അറീൻസിന്റെ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഹാലോ അറീൻസ് എങ്ങനെയാണ് മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ആദ്യത്തെ റിയാക്ഷൻ, ഹാലോ അരീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് sodium metal and an alkyl halide in the presence of dry ether. Alkyl arene is formed. This reaction is known as Wurtz-Fittig reaction. വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ്. 1 മോളിക്യൂൾ അരൈൽ ഹാലൈഡും 1 മോളിക്യൂൾ ആൽക്കൈൽ ഹാലൈഡും ഒരു സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ. ഈ സോഡിയവും ആൽക്കൈൽ ഹാലൈഡിലെ ഹാലജൻ ആറ്റവും അരൈൽ ഹാലൈഡിലെ ഹാലജൻ ആറ്റവും തമ്മിൽ ജോയിൻ ചെയ്ത് റിമൂവ് ചെയ്യപ്പെടുന്നു. ബാക്കി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പും അരൈൽ ഗ്രൂപ്പും ജോയിൻ ചെയ്തുകൊണ്ട് ആൽക്കൈൽ അരീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഈ ഒരു റിയാക്ഷനെയാണ് വുഡ്സ്-ഫിറ്റിഗ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. An alkyl halide and aryl halide undergo reaction with sodium metal in the presence of dry ether form alkyl arene. This reaction is known as Wurtz-Fittig reaction. അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത് 2 മോളിക്യൂൾസ് ആൽക്കൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. 2 മോളിക്യൂൾസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് undergo reaction with sodium metal in dry ether form a biphenyl. ഇവിടെ എന്താണ് സംഭവിക്കുക നോക്കൂ. 2 മോളിക്യൂള് അരൈൽ ഹാലൈഡ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത് ഈതറിൻ്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുക നോക്കാം. 2 മോളിക്യൂൾ അരൈൽ ഹാലൈഡ് എടുക്കുന്നു. ഇവ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയവും ഹാലജൻ ആറ്റവും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് NaX അല്ലെങ്കിൽ സോഡിയം ഹാലൈഡ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുകയും 2 ബെൻസീൻ റിങ്ങുകൾ ജോയിൻ ചെയ്ത് ഡൈഫിനൈൽ എന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനെയാണ് ഫിറ്റിഗ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. വുഡ്സ്-ഫിറ്റിഗ് റിയാക്ഷനും ഫിറ്റിഗ് റിയാക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്.